നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഉത്തർപ്രദേശിലെ മൂന്നാം ഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞാൽ അവിടെ BJPയുടെ ആധിപത്യത്തെ തകർത്തെറിയുന്ന രീതിയിൽ സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത പരാതി അത് വളരെ നിർണായകമാണ്. അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല കാര്യത്തിലും നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നുള്ള ശക്തമായിട്ടുള്ള പരാതിയാണ് സമാജ്വാദി പാർട്ടി ഉന്നയിച്ചത്. അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്ന ഇത് വെറുതെ വിടാൻ കഴിയില്ല, ഇത്തരത്തിൽ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവും അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി രംഗത്തെത്തുന്നത്. മാത്രമല്ല, അവർ കൃത്യതയോടെ കൂടി പറഞ്ഞിരിക്കുകയാണ് നിരവധിയായ ബൂത്തുകളിൽ റീപോളിംഗ് ആവശ്യമാണ് എന്ന് പറയുന്നു. എന്നാൽ പോലീസ് കൃത്യമായി പറയുന്നത് സുഗമമായ പോളിംഗ് നടക്കുന്നു, അവിടെയൊന്നും ഒരു പ്രശ്നമില്ല, ഇതൊക്കെ സമാജ്വാദി പാർട്ടി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന പരാതികളാണ് എന്നൊക്കെയാണ് പറയുന്നത്. കൃത്യമായി നമുക്കറിയാം, ഇന്ത്യ മുന്നണിയിൽ സമാജ്വാദി പാർട്ടി 62 ലോക്സഭാ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. 17 ലോക്സഭാ സീറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കുന്നു. ഒരു ലോക്സഭാ സീറ്റ് സമാജ്വാദി പാർട്ടി സഖ്യകക്ഷിക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെയാണ് 80 സീറ്റുകളുടെയും ടാലി എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. സമാജ്വാദി പാർട്ടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞത് 30 സീറ്റുകളെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ്. എന്നാൽ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നവരെ വിരട്ടാനും അവരെ അടിച്ചോടിക്കുന്ന രീതിയിലേക്ക് അക്രമ സംഘങ്ങളെ അവിടെ നിർത്തുന്ന രീതിയിലേക്ക് പരിപാടികൾ നടത്തുന്നു എന്ന ആരോപണമാണ് സമാജ്വാദി പാർട്ടി BJPക്കെതിരെ ഇപ്പോൾ നടത്തി വരുന്നത്. നിരവധിയായ മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ റീപോളിംഗ് ആവശ്യമാണ്, അത് വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല, ജനാധിപത്യ ധ്വംസനമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അഖിലേഷ് യാദവ് മാത്രമല്ല, ശിവപാൽ യാദവും അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള സമാജ്വാദി പാർട്ടി നേതാക്കളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നതിൽ ഐക്യകണ്ഠേന എടുത്തിരിക്കുന്ന തീരുമാനമാണ്. കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും സംയുക്തമായി ചേർന്നുകൊണ്ട് സമാജ്വാദി പാർട്ടിയുടെ ഈ നീക്കത്തെ ഐക്യത്തോടുകൂടി ഇത് അനിവാര്യമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേ തീരൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ജനകീയപരമായി അവർക്ക് അനുകൂലമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കുമ്പോൾ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു ഏകാധിപത്യ നടപടിയിലൂടെ തെരഞ്ഞെടുപ്പിനെ അവരുടെ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള BJPയുടെ ശ്രമത്തെയാണ് അഖിലേഷ് യാദവ് നഖശിഖാന്തം എതിർക്കാൻ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണണം. പ്രത്യേകിച്ചും ഇനി അങ്ങോട്ട് നിരവധി ഘട്ടങ്ങളുണ്ട്. 4ാം ഘട്ടത്തിലും 5ാം ഘട്ടത്തിലും 6ാം ഘട്ടത്തിലും 7ാം ഘട്ടത്തിലും ഒക്കെ പോളിംഗ് ബൂത്തിലേക്ക് നിരവധി മണ്ഡലങ്ങൾ UPയിൽ പോകുന്നുണ്ട്. 80 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. വാരണാസി പോലുള്ള മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ തട്ടകമായിട്ടുള്ള റായ്ബറേലി, അമേത്തിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ്, ഇതെല്ലാം ഏറെ നിർണായകമായതുകൊണ്ട് തന്നെ കോൺഗ്രസിനും ഇനിയുള്ള ഘട്ടങ്ങൾ ഏറെ നിർണായകം തന്നെയാണ്.